ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്യുവർ കോർണറിൻ്റെ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ക്ലെയിംസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിലെ കുറച്ച് തിരക്കുകളിൽ പെട്ടിട്ട് സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ വിഷമം വേണ്ട. ഈ ആഴ്ച കുറച്ച് അടിപൊളി പ്ലാൻസ് തന്നെയാണ് ഉള്ളത് കേട്ടോ. കുറച്ച് വെറൈറ്റി ബോഗൺവില്ല പ്ലാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറെ നാളായിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റാതിരുന്ന ചില പ്ലാൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അതുപോലെ നിങ്ങളുടെ ലൈക്സ്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം ഒത്തിരി വിലപ്പെട്ടതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ല കേട്ടോ. നമ്മൾ പ്ലാൻസ് അയക്കുന്നത് DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ്. അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴിയും ഇപ്പം ഒത്തിരി പേര് പ്ലാന്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. നമുക്കതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചട്ടിയോടെ ഒട്ടും പ്ലാന്റിന് ഡാമേജ് വരാതെ കൈ കിട്ടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണത്. ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവർക്കും പെറ്റ് സർവീസ് വഴി തന്നെ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ്. അതുപോലെ നിങ്ങൾ പ്ലാൻസ് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോ എടുത്തയക്കണം കേട്ടോ. പ്ലാൻസ് നല്ല രീതിയിൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ കെയർ ചെയ്ത് പിടിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. പോട്ടിംഗ് മിക്സ് അതുപോലെ നടുന്ന രീതികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെടി കൈ കിട്ടി പിന്നീട് അത് വാടിപ്പോയി എന്ന് പറയുമ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്ത് തരാനൊക്കെ ബുദ്ധിമുട്ടാവേ. സെയിലിനുള്ള പ്ലാൻസ് ഞാൻ കാണിച്ചു തുടങ്ങുകയാണ്. സെയിൽ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു രംഗൂൺ മൾട്ടിപെറ്റലാണ്. കാണാനുള്ള ഈ ഒരു ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. ഞാൻ കുറേയേറെ സെയിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റായത്. എനിക്ക് തോന്നുന്നു വാങ്ങിയ ഒരുമാതിരി എല്ലാവരുടെയും ചെടികളിൽ പൂവായിട്ടുണ്ട്. വർഷത്തിൽ പല പ്രാവശ്യം ഇത് പൂക്കുകയും ചെയ്യും. നമുക്കിതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 320 രൂപയാണ്. ഇത് കണ്ടോ, ചെറുതിൽ തന്നെ മുട്ടൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇതിൽ. അതുമാത്രമല്ല ഈ ചെടി എവർലാസ്റ്റിങ്ങാണ്. ഒരിക്കൽ നട്ടതാണേ, അങ്ങനെ നശിച്ചു പോകത്തില്ല. ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കൊലകുത്തി കിടക്കുന്നത് നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും. നടുന്നിടത്ത് കുറച്ച് സൂര്യപ്രകാശം ഉണ്ടായിരിക്കണം കേട്ടോ. അടുത്തത് ബോഗൺവില്ലയുടെ ഗ്രീൻ ആപ്പിൾ വെറൈറ്റിയാണ്. ഇത് കേട്ടോ, നല്ല കരിഞ്ഞ പച്ച ഇലയിൽ നിറയെ ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാവുക. നല്ല കട്ട കുത്തിയാണ് ഇതിൽ പൂക്കളുണ്ടാവുക. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനിതിൻ്റെ പൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അധികം പൂവുള്ളൊരു ചെടിയെടുത്ത് കാണിക്കുന്നതാണേ. സെയിലിനുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അതുപോലെ പൂക്കളോട് കൂടിയാണ് ഞാൻ പ്ലാന്റ് കൊണ്ടുവരിക. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴേക്കും ചിലപ്പം പൂവൊക്കെ കൊഴിഞ്ഞുണ്ടാവും. ഇത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 റുപ്പീസാണ്. പ്ലാന്റ് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. അടുത്ത പ്ലാന്റ് ജിമിക്കി കമ്മലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ടല്ലേ. നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതുമ്പോൾ മുട്ടുകളൊക്കെ വന്നിരിക്കുന്നതുണ്ടോ നിറയെ. ഒരു കുഞ്ഞ് തണൽമരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ മുമ്പിൽ നട്ടുപിടിപ്പിക്കാവുന്ന ചെടിയാണ്. നമ്മൾ ഇങ്ങനെ നട്ടതിങ്ങനെ ഇച്ചിരി വലുതായി കഴിഞ്ഞിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ ജിമിക്കി കമ്മലുകൾ കുറേ കട്ട കുത്തി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയെ ഈ മരത്തേൽ. അല്ലാതെ ഇച്ചിരി വലിപ്പമുള്ളൊരു ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാനും പറ്റും കേട്ടോ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 200 റുപ്പീസാണ്. അടുത്ത ബോഗൺവില്ല സുന്ദരി കെലീസയാണ്. കെലീസയുടെ ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട്. തത്തപ്പച്ച ഇലകളാണ് വരുന്നത്. ഈ ചെടികൾ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നല്ല തത്തപ്പച്ച ഇലകളായിരുന്നു. പക്ഷേ ഇതിവിടെ വെച്ച സ്ഥലം ശരിയായില്ല. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സ്പേസിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഷെയ്ഡിലിരുന്നിട്ട് ഇലകളുടെയൊക്കെ കളറ് നന്നായിട്ട് മാറി. പൂക്കൾ കണ്ടോ, നല്ല വെള്ളയുടെ സൈഡിൽ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ബോഗൺവില്ല ചെടീനെ കടലാസ് ചെടി എന്നല്ലേ നമ്മുടെ ഭാഷയിൽ വിളിക്കുക. ശരിക്കും കടലാസിൻ്റെ പൂക്കൾ പോലെ തന്നെ തോന്നുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണിത്. തത്തപ്പച്ച ഇലകളും അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡുള്ള പൂക്കളും നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഭംഗിയല്ല ശരിക്കും ഈ ഒരു ചെടി ഫുൾ ഗ്രോത്ത് ആയിട്ട് നിറയെ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ. ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപ തന്നെയാണ്. ഇനി ഈ ഒരു പൂവും ചെടിയും പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനിത് അങ്ങനെ അത്ര കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്ലാന്റ് പർച്ചേസിങ്ങിന് പോയപ്പം കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഇത്. കണ്ടപ്പോൾ ഈ പൂക്കൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് വാങ്ങിയ നഴ്സറിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരും അറിഞ്ഞുകൂടാ. ചെടിയൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പേര് ബിഗ്നോണിയ മാഗ്നിഫിക്ക എന്നാണെന്ന് മനസ്സിലായത്. പറയാനായിട്ട് നാവ് വഴങ്ങി വരുന്നില്ല. ട്രംഫറ്റ് വൈൻ്റെ ഫാമിലിപ്പെട്ട പ്ലാന്റ് ആണേ. ഒരു കുറ്റിച്ചെടിയായിട്ട് നിന്ന് എപ്പോഴും ഇതുപോലെ പൂ ഉണ്ടാവുന്ന ചെടിയാണ്. സൂപ്പറാട്ടോ കാണാൻ. 130 റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അധികം പ്ലാന്റ് ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും. ഇനി ഞാൻ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന 2-3 വെറൈറ്റി പ്ലാന്റ്സ് എല്ലാം ബോഗൺവില്ല പ്ലാന്റ്സ് ആണ്. ഇത് ഫോർമോസയുടെ ഫാമിലിപ്പെട്ട പ്ലാന്റായിട്ട് തോന്നും, എങ്കിലും ഫോർമോസയല്ല. നല്ല ഡാർക്ക് ലവണ്ടർ കളറിൽ നിറഞ്ഞ് ഇതുപോലെ പൂക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഐഡിയ അറിഞ്ഞുകൂടാ. നല്ല ഇടിവെട്ട് കളറാണ്, നിറഞ്ഞ് പൂക്കുകയും ചെയ്യും. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് 360 രൂപയാണ്.
ഇന്നത്തെ കാലത്ത് ഒത്തിരിയേറെ പ്ലാന്റ്സിൻ്റെ മിനിയേച്ചർ ഫോം നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ബോഗൻവില്ലയുടെ മിനിയേച്ചർ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ? ഇത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കുഞ്ഞു കുഞ്ഞു ഇലകളും അതുപോലെ കുട്ടി കുട്ടി പൂക്കളും ഒത്തിരി പൂവുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ പിടിക്കാറായ സമയമായപ്പോഴേക്കും കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. നമ്മൾ സാമ്പിൾ പീസുകൾ 1-2 മാത്രമേ കൊണ്ടുവരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഫുൾ സ്റ്റോക്ക് കൊണ്ടുവരിക. നല്ല വെയിലത്തു നിന്നാണ് നമ്മളത് എടുത്തിട്ട് വരുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പം ഒത്തിരി വെയിലില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റുമ്പോഴേ പൂവൊക്കെ പെട്ടെന്ന് കൊഴിയും. അതാ, ഇതൊരു പ്ലാന്റിന് 200 രൂപയാണ് റേറ്റ്. ഹാങ്ങിങ് ആയിട്ടും അല്ലാണ്ടും വളർത്താം. നമുക്ക് ഈ ആഴ്ചയിൽ ചില്ലി വെറൈറ്റീസിൻ്റെ കുറച്ച് കവർ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു പ്ലാന്റിന് 200 രൂപയാണ് റേറ്റ് വരുന്നത്. സാധാരണ നമ്മൾ 380-നൊക്കെയാണ് കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റ്സ്, ചട്ടി പ്ലാന്റ്സ് കൊടുക്കുന്നത്. ഇതിപ്പം കുറച്ചും കൂടെ ചെറുതാണെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റാണ്. ചില്ലി ഓറഞ്ചും റെഡും ആണ് കൂടുതലായിട്ടുള്ളത്. ചില്ലി യെല്ലോയും ചില്ലി ഐസ്ക്രീമും കുറേശ്ശെ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ അയച്ചു തരാം. കൊറിയർ ചാർജിൻ്റെ കാര്യത്തിൽ ഒത്തിരി കടുംപിടുത്തം ആരും പിടിക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ചധികം മണ്ണൊക്കെ വെച്ച് വിടാൻ പറ്റുമേ. കാരണം ഇപ്പോൾ ചൂട് സമയമല്ലേ, നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടാണ് പ്ലാന്റ്സ് വിടേണ്ടത്. ഈ തോൺലെസ് യൂഫോർബിയയുടെ 50 റുപ്പീസ് പ്ലാന്റ്സ് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. നമുക്ക് വല്ലപ്പോഴും ആണ് ഈ കുഞ്ഞു പ്ലാന്റ് കിട്ടുന്നതിൻ്റെ. ഇനി ഒരു അടിപൊളി ലീഫി പ്ലാന്റ് കണ്ടോ? ഇംഗ്ലീഷ് ഐവിയുടെ ഗ്രീൻ കളർ ലീവ്സ് ഉള്ള പ്ലാന്റാണേ. നല്ല ഫ്ലഷി ആയിട്ടുള്ള ഇലകളാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഇൻഡോർ ഏരിയയിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ തന്നെ ഒത്തിരി വെയിലില്ലാത്ത ഷെയ്ഡഡ് ഏരിയകളിലൊക്കെ നമുക്ക് ഇത് ക്രീപ്പറായിട്ടോ അല്ലാതെ ചട്ടിയിൽ ഇങ്ങനെ തൂക്കുചട്ടിയിൽ നടില്ലോ അതുപോലെയും നടാം. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 110 റുപ്പീസാണ് കേട്ടോ. ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പൂന ലവൻഡർ ആണ്. പൂന ലവൻഡർ നല്ല അടിപൊളി പ്ലാന്റാണ്. നല്ല വലിയ പെറ്റൽസ് ഉള്ള പൂക്കളുള്ള ചെടിയാണ്. നമ്മൾ സാധാരണ 200, 180 ആ ഒരു റേറ്റിനൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെയിൽ വീഡിയോയിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് വെറും 150 രൂപയ്ക്കാണ് കേട്ടോ. നല്ലതായിട്ട് വേര് പിടിച്ച ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സ് എല്ലാവരും കണ്ടല്ലോ. ബോഗൺവില്ല പ്ലാന്റ്സൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്കുകൾ തീരും. അപ്പോൾ നേരത്തെ വാങ്ങുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. ഞാൻ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ പെറ്റ് സർവീസ് വഴി വാങ്ങാൻ സാധിക്കുന്നവർ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ചൂട് സമയമാണല്ലോ. 7-7ൻ്റെ ഒരു 5 ചട്ടി അല്ലെങ്കിൽ 6 ചട്ടി വരെ നമുക്ക് 300 രൂപയ്ക്ക് അയക്കാൻ പറ്റും കേട്ടോ. DTDC വഴി നമ്മൾ പ്ലാന്റ് അയച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ നാട്ടിലെവിടെയും അത് ഡെലിവർ ആവും. 2 ദിവസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. അതുപോലെ ട്രാക്ക് ID വേണ്ടവർ പ്ലാന്റ് ഞാൻ അയച്ചു എന്നുള്ളൊരു മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് ട്രാക്ക് ID വേണമെന്നുള്ളതൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ. കാരണം ഞാനിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ട്രാക്ക് ID എല്ലാവർക്കും അയച്ചു കൊടുത്താൽ എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നില്ലേ. അതുപയോഗിച്ച് പ്ലാന്റ്സിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നവർക്ക് മാത്രം അയച്ചു കൊടുത്താലും മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. സഹായിക്കാൻ ഒത്തിരി ആളുകളൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ സമയക്കുറവുണ്ട്, അതാണ് വിഷയം. ഇന്ന് ഈ ദിവസം വരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.